ഐഫോൺ അടക്കമുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങളോട് ഇന്ത്യക്കാർക്ക് പൊതുവെ ഒരു ആകർഷണമുണ്ടല്ലേ. ഈ ഇഷ്ടം മുതലെടുത്ത് വ്യാജ ആപ്പിൾ ഉൽപ്പന്നങ്ങളും വിപണിയിലുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി പെൻറ്റാമേനകയിലെ കടകളിൽ പോലീസ് പരിശോധന നടത്തിയത് കണ്ടു. ഇപ്പോഴിതാ തിരുവനന്തപുരത്തും റെയ്ഡ് നടന്നു. ആപ്പിൾ ബ്രാൻഡിന്റെ ചിഹ്നം പതിപ്പിച്ച ഇലക്ട്രോണിക് സാധനങ്ങൾ പിടികൂടി. രാഹുൽ ജി നാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇങ്ങനെയുള്ള ഒരു ഓഫർ പ്രൈസിൽ സാധനങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഫോണിനോടൊക്കെ നമുക്കൊരു പ്രത്യേക ആകർഷണമുണ്ട്. അത് ഓഫർ പ്രൈസിൽ വളരെ വില കുറഞ്ഞ പൈസയ്ക്കൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ആകർഷണം തോന്നും. അതിനെ മുതലെടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. റെയ്ഡിൽ എത്രത്തോളം ഈ വ്യാജ സാധനങ്ങളാണ് പിടികൂടിയത്? ഈ ഐഫോൺ നിർമ്മാതാക്കൾ കാര്യങ്ങളെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇവിടെ. കാര്യം ഇത്തരത്തിൽ ഐഫോൺ ശരിയാക്കാൻ പോകുന്നവരെ, അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ കാര്യങ്ങൾ വാങ്ങുന്നവർ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് വാങ്ങുന്നത്, അത് ഐഫോണിൻ്റെ തന്നെ ബ്രാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉള്ളത്. കാര്യം ഈ മൊബൈലൊക്കെ ശരിയാക്കാൻ പോകുമ്പോൾ ഒറിജിനൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് കോപ്പി മതി, അല്ലെങ്കിൽ വില കുറഞ്ഞ അത്തരത്തിലുള്ള കാര്യങ്ങൾ മതി എന്ന് പറയുന്നവർക്ക് പ്രശ്നമല്ല. പക്ഷെ ഇവിടുത്തെ വിവരം ഉന്നയിക്കുന്ന പ്രശ്നം ആപ്പിളിൻ്റേതാണെന്ന് പറഞ്ഞ് അവരുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, ഇന്ന് തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 4 കടകളിലാണ് പരിശോധന നടത്തിയപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ഈ ചാർജിങ് ബോർഡ്, അതായത് ബോർഡ് കേടാകുന്നു എന്ന് പറയുന്നതാണ് ഫോണിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന പ്രശ്നങ്ങളിലൊന്ന്. അങ്ങനെ ഈ ചാർജ് ചെയ്യുന്ന ബോർഡുകൾ ഉൾപ്പെടെയാണ് പിടികൂടിയത്. 14,000 രൂപയാണ് ആ കടയിൽ ഈ സേവനം ഉപയോഗിക്കുന്നവർക്ക് ഈടാക്കുന്ന പൈസയും. ബോർഡ് പിടിക്കുന്നു. ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ പറഞ്ഞൊരു കൗതുകവും അത്ഭുതമൊക്കെ ഉണ്ടായത് നമ്മളെ ഫോൺ കവറാണ്. അവിടെ കവറുകൾ നിരവധി പിടികൂടി വെച്ചിട്ടുണ്ട്, കടയ്ക്ക് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഐഫോണിൻ്റെ ചിഹ്നമുണ്ട്, ആപ്പിളിൻ്റെ ചിഹ്നമുണ്ട്, ഒപ്പം ഐഫോൺ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യം, അതായത് ആപ്പിളിൻ്റെ ചിഹ്നം, അത് അവരുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ചിഹ്നം ഉപയോഗിച്ചുകൂടാ. ഔദ്യോഗികമായി ഐഫോൺ എങ്ങനെയാണോ അക്ഷരങ്ങളിൽ അവർ രേഖപ്പെടുത്തുന്നത്, ആ അക്ഷരത്തിൻ്റെ സ്റ്റൈൽ അതേപടി ഉപയോഗിച്ച കവറുകളാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ വലിയ ബ്രാൻഡുകളുടെയൊക്കെ സാധനങ്ങൾ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസത്തിലോ ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ വ്യത്യാസത്തിലോ ഒക്കെ നമ്മൾ പലരും വാങ്ങി അത് പല കൗതുകങ്ങളിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ ഒറിജിനൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വിൽക്കുമ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ആപ്പിൾ കമ്പനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ് പരിശോധന നടന്നത്. ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടികൂടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ ഫോണുമായി ബന്ധപ്പെട്ട അത് ശരിയാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് പിടികൂടിയത്. എന്തായാലും ആപ്പിളിൻ്റെ ഈ റെയ്ഡിന് പോകുമ്പോൾ ആപ്പിൾ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളും ഇവരൊപ്പം വരുന്നുണ്ട്. ഇത് കണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വ്യാജമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ജനപ്രിയ ബ്രാൻഡായ ആപ്പിൾ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് വരികയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റ് കമ്പനികളും ഇതേ പ്രശ്നം ഒരു പക്ഷേ ഈ നേരിടുന്നുണ്ടാകാം. അതും പരിശോധിക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഇനി ഉണ്ടാകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നല്ലത്, അതായത് ഏറ്റവും ക്വാളിറ്റിയിൽ സാധനം വേണം എന്ന് വിശ്വസിച്ച് വരുന്നവർക്ക് അത് അങ്ങനെ ലഭിക്കണം എന്നുള്ളതിനുള്ള ഓർമ്മപ്പെടുത്തലാണ്, അതിനുള്ള പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും ഈ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാർ ഇങ്ങനെ വിപണി കീഴടക്കുമ്പോൾ കമ്പനികൾ തന്നെ അതിന് ഒരു പരിഹാരം കാണാൻ, ഒരു നടപടിയെടുക്കാൻ മുന്നിട്ടിറങ്ങുന്നത് വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം ജനങ്ങളും ജാഗ്രത പാലിക്കുക. ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത് നമ്മൾ വാങ്ങുന്നത് ഒറിജിനൽ സാധനമാണോ എന്നൊക്കെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുൻകരുതലൊക്കെ എടുക്കേണ്ടതാണ്.